ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 24ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളുമാണ് ഇതിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്ന് 30 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പങ്കുവെക്കാനുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് റോഡ്രിഗോ മോറയാണ്. പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോക്ക് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറാണ് ഇദ്ദേഹം. താരത്തെ PSG ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമ്മറിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല. ഇനി രണ്ടാമത്തെ താരം അത് ടിം വേയാണ്. ഈ താരം ഇതുവരെ യുവന്റസിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാർസയിലേക്ക് പോവുകയാണ്. രണ്ട് ക്ലബ്ബുകളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോൺ അടിസ്ഥാനത്തിലായിരിക്കും താരത്തെ അവർ കൊണ്ടുവരിക. ഇനി മൂന്നാമത്തെ താരം അത് സൗളാണ്. ഈ താരത്തെ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. തുർക്കിഷ് ക്ലബ്ബായ ട്രാബ്സൺസ്പോർ അദ്ദേഹത്തെ സ്വന്തമാക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സൗൾ തൻ്റെ മനസ്സ് മാറ്റുകയായിരുന്നു. 3.5 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഇപ്പോൾ ഫ്ലമംഗോയുമായി ഒപ്പുവെക്കുന്നത്. പരിശീലകനായ ഫിലിപ്പെ ലൂയിസിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ ഒരു ബ്രസീലിയൻ ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി നാലാമത്തെ താരം അത് ജിയോ റെയ്നയാണ്. ഇദ്ദേഹം ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ താരമാണ്. എന്നാൽ ഇറ്റാലിയൻ ക്ലബ്ബായ പാർമയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അവരുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്താൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലബ്ബുകൾ തമ്മിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ താരം അത് പെർവിസ് എസ്റ്റൂപിനാനാണ്. ഈ താരത്തെ AC മിലാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ബ്രൈറ്റണിൽ നിന്നാണ് ഇദ്ദേഹം മിലാനിൽ എത്തുന്നത്. 17 മില്യൺ യൂറോയും ആഡോൺസുമാണ് ഈ താരത്തിന് വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബിന് ലഭിക്കുക. ഇനി ആറാമത്തെ താരം അത് സാവി സിമൺസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ചെൽസി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലീപ്സിഗുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. താരത്തിന്റെ ഭാഗത്തു നിന്നും പോസിറ്റീവായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ചെൽസിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഏഴാമത്തെ താരം അത് മാർക്ക് പ്യൂബിലാണ്. അൽമേറിയയ്ക്ക് വേണ്ടി കളിക്കുന്ന സ്പാനിഷ് താരമാണ് പ്യൂബിൽ. ഇദ്ദേഹത്തെ പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവ്സ് ആണ് സ്വന്തമാക്കുന്നത്. ഇനി എട്ടാമത്തെ താരം അത് മാറ്റിയോ റെറ്റേഗിയാണ്. അറ്റ്ലാന്റയുടെ ഇറ്റാലിയൻ സൂപ്പർ താരമായ ഇദ്ദേഹം സൗദി അറേബ്യയിലേക്കാണ് പോയിട്ടുള്ളത്. അൽ ഖാദിസിയാണ് റെറ്റേഗിയെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 65 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുള്ളത്. 3 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി ഒൻപതാമത്തെ താരം അത് റനാറ്റോ വെയ്ഗയാണ്. ഇദ്ദേഹം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തുകയാണ്. ചെൽസി വിട്ടുകൊണ്ടാണ് ലാലിഗയിലേക്ക് വെയ്ഗ ഇപ്പോൾ എത്തുന്നത്. 40 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അവർ ചിലവഴിക്കുക. ഇനി പത്താമത്തെ താരം അത് ലുക്മാനാണ്. അറ്റ്ലാന്റയുടെ താരമായ ഇദ്ദേഹം ഇന്റർ മിലാനിലേക്ക് പോവുകയാണ്. ക്ലബ്ബുകൾ തമ്മിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 40 മില്യൺ യൂറോയാണ് ഇന്റർ മിലാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ലുക്മാന് വേണ്ടി 50 മില്യൺ യൂറോ ലഭിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് അറ്റ്ലാന്റയുള്ളത്. ഇനി 11ാമത്തെ താരം അത് കാർണി ചുക്കൂമേക്കയാണ്. ചെൽസി ഇദ്ദേഹത്തെ കൈവിടുകയാണ്. ലോൺ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ താരത്തെ സ്ഥിരമായി കൊണ്ട് വിൽക്കാനാണ് ഇപ്പോൾ ചെൽസി ആഗ്രഹിക്കുന്നത്. ഇനി 12ാമത്തെ താരം അത് മാർക്കോ അർണോട്ടോവിച്ച് ആണ്. അതായത് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിന്റെ താരമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഇന്റർ മിലാനാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2 വർഷത്തെ കരാറിലാണ് താരം ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി 13ാമത്തെ അപ്ഡേറ്റ് ഗർനാച്ചോയുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ യുണൈറ്റഡ് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. 40 മില്യൺ പൗണ്ടാണ് താരത്തിന്റെ വിലയായിക്കൊണ്ട് യുണൈറ്റഡ് ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത്. ഇനി 14ാമത്തെ താരം അത് നിക്കോളാസ് ജാക്സൺ ആണ്. ഈ താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിക്ക് ഓഫർ നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ നീക്കത്തിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങുകയാണ്. നിലവിൽ ഈ താരത്തെ യുണൈറ്റഡ് സ്വന്തമാക്കാൻ സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി 15ാമത്തെ താരം അത് ഡെൻസൽ ഡംഫ്രീസ് ആണ്. ഈ താരത്തെ കൊണ്ടുവരാൻ FC ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് താല്പര്യമുണ്ട്. പക്ഷേ ബാഴ്സ ഇതുവരെ ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല. ഈ വിങ് ബാക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ക്ലബ്ബ് ശക്തിപ്പെടുത്തും എന്നാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി 16ാമത്തെ താരം അത് ഗബ്രിയേൽ സറയാണ്. തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് സറ.
ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. 17ാമത്തെ താരം അത് ഹൂൾസ് കൂണ്ടയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയെ പോലെയുള്ള ക്ലബ്ബുകൾ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ നിലനിർത്താനാണ് FC ബാഴ്സലോണ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അധികം വൈകാതെ തന്നെ ക്ലബ്ബ് പുതുക്കിയേക്കും. ഇനി 18ാമത്തെ താരം അത് ഏദൻ ന്യോനരിയാണ്. ചെൽസി, ഡോർട്ട്മുണ്ട് തുടങ്ങിയ ക്ലബ്ബുകൾ ഈ ഇംഗ്ലീഷ് പ്രതിഭയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആഴ്സണൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കി കഴിഞ്ഞിട്ടുണ്ട്. 2030 വരെയുള്ള പുതിയ കരാറിലാണ് നോനരി ഇപ്പോൾ ക്ലബ്ബുമായി ഒപ്പുവെക്കുന്നത്. ഇനി 19ാമത്തെ താരം അത് ഫാബിയോ വിയേരയാണ്. ഈ ആഴ്സണൽ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബായ പാർമ രംഗത്ത് വന്നിട്ടുണ്ട്. 20 മില്യൺ യൂറോ ലഭിക്കാതെ താരത്തെ കൈവിടേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഗണ്ണേഴ്സ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി 20ാമത്തെ താരം അത് ലൂക്ക സിദാനാണ്. അതായത് സിനദിൻ സിദാന്റെ മകനാണ് ലൂക്ക സിദാൻ. ഗോൾ കീപ്പറാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ പാരീസ് FC പരിഗണിക്കുന്നുണ്ട് എന്ന റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി 21ാമത്തെ താരം അത് ഇബ്രാഹിമെ കൊനാറ്റയാണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് വേഗത്തിലാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലിവർപൂളുമായുള്ള ചർച്ചകൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ലിവർപൂൾ തുടരുകയാണ്. അത് ഫലം കണ്ടിട്ടില്ലെങ്കിലാണ് റയലിന് കൊനാട്ടയെ കൈമാറാനുള്ള ഒരു തീരുമാനം ലിവർപൂൾ എടുക്കുക. ഇനി 22ാമത്തെ താരം അത് മാർക്ക് ഗ്യൂഹിയാണ്. ക്രിസ്റ്റൽ പാലസ് ക്യാപ്റ്റനായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി 2 ക്ലബ്ബുകളാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലിവർപൂൾ, ടോട്ടൻഹാം എന്നിവർ തങ്ങളുടെ ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 23ാമത്തെ താരം അത് ഡാർവിൻ നുനസ് ആണ്. ഈ ലിവർപൂൾ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. കൂട്ടത്തിൽ യുവന്റസ് കൂടി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു എന്ന റൂമറാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി 24ാമത്തെ താരം അത് ഫ്രാൻസിസ്കോ പിയോ എസ്പോസിറ്റോ എന്ന താരമാണ്. അതായത് ഇന്റർ മിലാന്റെ ഇറ്റാലിയൻ ഫോർവേഡ് ആണ് ഇദ്ദേഹം. താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ അത് ഇന്റർ മിലാൻ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി 25ാമത്തെ താരം അത് ജാക്കബ് റാംസിയാണ്. ആസ്റ്റൺ വില്ല താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. 50 മില്യൺ പൗണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കൈവിടാൻ ആസ്റ്റൺ വില്ല തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 26ാമത്തെ താരം അത് ജെയിംസ് മക്കറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു പ്രതിഭയ്ക്ക് വില നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് 35 മില്യൺ പൗണ്ടാണ് താരത്തിന്റെ വില. വെസ്റ്റ് ഹാം യുണൈറ്റഡ്, ഫ്രാങ്ക്ഫർട്ട് എന്നിവരൊക്കെയാണ് മക്കറ്റിയിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി 27ാമത്തെ താരം ഡിയഗോ കോസ്റ്റയാണ്. ഈ താരത്തെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട്. 60 മില്യൺ യൂറോയുടെ ഒരു ഓഫർ പോർട്ടോക്ക് നൽകാൻ ഇപ്പോൾ സിറ്റി ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി 28ാമത്തെ താരം ഇസാക്കാണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 130 മില്യൺ യൂറോയാണ് ന്യൂകാസിൽ യുണൈറ്റഡ് താരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന തുക. സൗദിയിലേക്ക് പോകുന്നതിൽ താരത്തിന് ഇപ്പോൾ എതിർപ്പുകൾ ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി 29 അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ തന്നെയാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കൂടാതെ മറ്റൊരു ഗോൾ കീപ്പർക്ക് വേണ്ടി, യുവ ഗോൾ കീപ്പർക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. യുണൈറ്റഡിനെ കൂടാതെ മറ്റു ക്ലബ്ബുകൾ എമിയുടെ പരിഗണനയിൽ ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി 30ാമത്തെ താരം അത് കെൻറി പയസ് ആണ്. ചെൽസിയുടെ യുവ പ്രതിഭയാണ് കെൻറി പയസ്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസിയോടൊപ്പം ഇദ്ദേഹം ട്രെയിനിങ് ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ ചെൽസി അദ്ദേഹത്തെ കൈവിടുകയാണ്. സ്ട്രാസ്ബർഗ് ആണ് പയസിനെ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ഇങ്ങനെ 30 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.